കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എഴുതി ചെടിയാ വളരേണമേ യഹോവേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എഴുതി ചെടിയാ വളരേണമേ യഹോവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ചിന്തിക്കുവാനുള്ളതായ വിഷയം 5 എടുക്കൂ അതോ കൂടുതലോ. ഇന്നത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 46:10 അതിപ്രകാരം പറയുന്നു, മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലും പത്രമാധ്യമങ്ങളിൽ കൂടെ നമുക്കറിയുവാനായിട്ട് സാധിച്ചതായ ഒരു കാര്യം, വളരെ പ്രായം കുറഞ്ഞതായ ഒരു വ്യക്തി തൻ്റെ ജോലി ഭാരത്താൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. വിശ്രമമില്ലാതെ ജോലി ചെയ്തതിനാൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ കുറേ നാളുകൾക്ക് മുമ്പ് ജപ്പാനിലെ NHK, അതായത് നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൽ ജോലി ചെയ്തിരുന്നതായ മിവ സാഡോ എന്ന് പറയുന്നതായ 31 വയസ്സുകാരി മരണപ്പെട്ടു. അപ്പോൾ ആ മരണകാരണം എന്താണ് എന്ന് അന്വേഷിച്ച ഗവൺമെൻറ് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവളുടെ അമിതമായ ജോലി ഭാരത്താലാണ് പെട്ടെന്ന് മരണപ്പെട്ടതെന്ന്. ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 159 മണിക്കൂറിൽ അധികം അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഈ മരണത്തെപ്പറ്റി അവർ രേഖപ്പെടുത്തുന്നത് കരോഷി എന്ന ഒരു വാക്ക് ഉപയോഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം അമിത ജോലി കൊണ്ടുള്ള വിയോഗം എന്നാണ്. ഈ കഥ സൂചിപ്പിക്കുന്നത്, നമ്മൾ പുറകിലോട്ട് പോയി നമ്മൾ ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഉൽപ്പത്തി 2:1 മുതൽ 3 വരെയുള്ളതായ കാര്യത്തിൽ ആ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ദൈവം വിശ്രമിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ദൈവം സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവത്തിന് ക്ഷീണമായിരുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം ആ ഒരു ദിവസം വിശ്രമിച്ചത് എന്നുള്ളത്. എന്നാൽ ബൈബിൾ വിശദമായിട്ട് തന്നെ പറയുന്നത് ദൈവം ക്ഷീണിതനായിരുന്നില്ല, മറിച്ച് നമ്മൾക്കൊരു മാതൃകയാണ് കാണിച്ചു തന്നത്. നമ്മൾ അധ്വാനിക്കണം, നമ്മുടെ നിത്യജീവിതത്തിനായിട്ട് നമ്മൾ അധ്വാനിക്കണം. അതേപോലെ തന്നെ നമുക്ക് വിശ്രമവും ആവശ്യമാണ് എന്നുള്ളതായ വലിയ ഒരു സത്യമാണ് ദൈവം ഇതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ വിശ്രമ ദിവസം യഹോവയോടൊത്ത് അല്ലെങ്കിൽ ദൈവത്തോടൊത്ത് ആയിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായും ഭൗതികമായുമുള്ള എല്ലാ സന്തോഷകരമായ ജീവിതവും നമ്മൾക്ക് നേടുവാനായിട്ട് സാധിക്കും. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കാണുന്ന കാര്യം, ഇസ്രായേലർ ശബത്ത് കൽപ്പന പാലിച്ചപ്പോൾ അവർ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും അതുപോലെ തന്നെ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് ലഭിച്ചതായ ആ മാതൃക, ആ വിശ്രമ ദിനം അവർ കൊണ്ടാടിയത് ദൈവത്തോടൊപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ വളരെയധികം പുരോഗതികൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവർ ഈ ഒരു സത്യം അവഗണിച്ചപ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടുതൽ അപകടകരമാവുകയും അതുപോലെ തന്നെ വിനാശകരമാവുകയും തീർന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ പഴയ നിയമകാലത്തിൽ നിന്ന് പുതിയ നിയമകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുവാനായിട്ട് സാധിക്കും നമുക്ക് വിശ്രമത്തിൻ്റെതായ ആവശ്യം ഉണ്ട് എന്നുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്,
നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പ ആശ്വസിച്ചു കൊള്ളുവീൻ എന്നവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെയും നമുക്ക് നമ്മുടെ ജോലി സമയത്ത്, നമ്മുടെ ജോലി ഭാരത്താൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമുക്ക് വിശ്രമം ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മളിത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം തന്നിരിക്കുന്നത്, വിശ്രമിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്, നീ ആലയത്തിൽ പോണോ, വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ പോരെ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് നൽകിയിരിക്കുന്നതായ വിശ്രമ ദിവസം ദൈവത്തോടൊത്ത് ആയിരിക്കുന്നുവെങ്കിൽ ഏറ്റവും അനുഗ്രഹപ്പെട്ടതായ ഒരു ജീവിതമായിരിക്കും നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുക. നമ്മൾ ഈ വിശ്രമ ദിവസം ഇനി ശബത്തിൻ്റെതായ അനുഭവം കഴിഞ്ഞും അല്ലെ ആരാധനയ്ക്ക് ശേഷമുള്ള സമയത്തും നമ്മൾ ജനത്തിരക്കിൽ നിന്നും മാറി നമ്മൾ വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അതിൻ്റെ വിദഗ്ധമായ ഉപദേശം നമുക്ക് നൽകുന്നത്, നിങ്ങളുടെ വിശ്രമ സമയം നിങ്ങൾ ചിലവഴിക്കുമ്പോൾ ദയവ് ചെയ്ത് സ്മാർട്ട് ഫോണുകൾ നിങ്ങൾ മാറ്റിവെക്കുക. ആ സ്മാർട്ട് ഫോണുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കി തീർക്കുവാനായിട്ട് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ വിശ്രമ സമയം അത് ദൈവത്തോടൊപ്പം ചെലവഴിക്കുക നമുക്ക് ഏറ്റവും ആനന്ദകരമായ ഒരു അനുഭവമായിരിക്കും. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനേക സമ്മാനങ്ങളും അനുഗ്രഹങ്ങളുമുണ്ട്. അതിലേറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ വിശ്രമത്തിനായിട്ടുള്ളതായ സമയം, അതായത് വിശുദ്ധ ശബത്ത്. ആ വിശുദ്ധ ശബത്ത് നമ്മൾ ആചരിക്കുന്നതിലൂടെ കൂടെ നമ്മൾ ദൈവത്തോട് നമ്മളുടെ കടപ്പാട്, അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവത്തോട് ചെയ്യുവാനുള്ളതായ നമ്മുടെ അനുസരണം അവിടെ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മളിൽ കൂടെ മറ്റുള്ളവരെ അറിയുവാനുമായിട്ട് ഇടയാകും. അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മളുടെ ആത്മീയമായ ഈ ജീവിതം കൂടുതൽ ധന്യമാകും. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനും അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് നല്ല ഒരു ചിന്തയെ തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ഈ ചിന്ത അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങൾക്ക് അങ്ങ് നൽകിയ ഈ മാതൃക അടിയങ്ങൾ പാലിക്കുവാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഇതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഓരോ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെയും അങ്ങയുടെ ഉള്ളം കയ്യിൽ വഹിച്ച് എല്ലാവിധമായ സമാധാനത്താലും അനുഗ്രഹത്താലും നിറച്ചു വഴി നടത്തുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ വീക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ട് ഉത്തരം മാറാകണമേ. ആമേൻ.